നമ്മൾ എവിടെ പോവാ? ഞങ്ങൾ അച്ഛന് ഹായ് ഓൾ, എല്ലാവരും എന്ത് പറയുന്നത്? സുഖമായിട്ടിരിക്കുന്നോ? എനിക്ക് നല്ല ചുമയാണ് കേട്ടോ, തണുപ്പായതുകൊണ്ട്. പിന്നെ അതും വെച്ചാണ് മസ്കറ്റ് നൈറ്റ് കാണാൻ പോയതാണ്. ഇത് നമ്മൾ അമറാത്തിലെ മസ്കറ്റ് നൈറ്റിന് കാണാൻ പോയതാണ് കേട്ടോ. വൺസ് ഇൻ എ ഇയർ മസ്കറ്റിൽ ഫെസ്റ്റിവൽ പോലെ മസ്കറ്റിൻ്റെ പല ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്യാറുണ്ട്. ഇതിപ്പം അമറാത്തിലെ ഒരു പാർക്കിലാണ് കേട്ടോ. ഇവിടെ കൂടുതലും ഫോക്കസ് ചെയ്തേക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഷോപ്സും ഒക്കെ ഉണ്ടായിരുന്നു. അമറാത്തിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് വണ്ടി പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനോടൊപ്പം നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമറാത്തിൽ പോകുന്നവർ നല്ലതായിട്ട് അതിന് സ്വെറ്റേഴ്സും ജാക്കറ്റ്സും ക്യാപ്പും ഒക്കെ എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ തണുപ്പായിരുന്നു. അങ്ങനെ കയറിയപ്പോഴേ എനിക്ക് നല്ല ചുമയായിരുന്നു. കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഒരു കോഫി ഷോപ്പുണ്ട്. അവിടെ നിന്നൊക്കെ കോഫിയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ അകത്തോട്ട് കയറിയത്. പിന്നെ ഇവിടെ അധിക സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. ലൈറ്റിംഗ് എല്ലാം അടിപൊളിയാണ് കേട്ടോ. ചേച്ചി ചെറുതായിട്ടൊന്ന് പിണങ്ങിയതാണ്. റൈഡ് കയറ്റാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ കയറണ്ട, അത് വലിയൊരു റൈഡാണ് എന്ന് പറഞ്ഞു. അതിനാണ് മുഖം അങ്ങനെ വെറുപ്പിച്ച് വെച്ചേക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഓരോന്ന് നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്റ്റേജിൽ കുറച്ച് ഡാൻസ് പ്രോഗ്രാമും ഉണ്ടായിരുന്നു. ഈ പ്രോഗ്രാമും കണ്ട്. ഇതെന്ത് കലാരൂപമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ സൗണ്ട് ഓൺ ആക്കി അപ്ലോഡ് ചെയ്യാം. കോപ്പിറൈറ്റ് ആകുമോ എന്ന് എനിക്കറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. അവരുടെ കയ്യിലുള്ള സാധനം വെച്ച് ഫേസിലോട്ട് ടച്ച് ചെയ്യുമ്പോൾ കളർ ഡിഫറൻസ് ആകുന്നുണ്ടായിരുന്നേ. പക്ഷെ ഒരുപാട് ഗ്യാപ്പിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അത് അത്ര ക്ലിയർ ആയില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ലൈവ് വന്നായിരുന്നു. അവിടെ ഇരിക്കുന്നവരിൽ പലരും ലൈവ് പോകുന്ന കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. ആ ലൈവിൽ ഒരുപാട് ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് അപ്ലോഡ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ കാണിക്കുന്നതുകൊണ്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്യാഞ്ഞത്. പിന്നെ ഇതെല്ലാം കണ്ട് ഒരുപാട് നേരം അവിടെ ഇരുന്നാൽ അമ്മമ്മ ഫ്രീസായി പോകുന്നതുകൊണ്ട് ഞങ്ങൾ പതിയെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. കേട്ടല്ലോ ഉണ്ണിക്കുട്ടൻ പറഞ്ഞത്. ഉണ്ണിക്കുട്ടനും പടക്കം പൊട്ടിക്കണമെന്നും പറഞ്ഞായിരുന്നു. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഉണ്ണിക്കുട്ടൻ നമുക്കിത് ചെയ്യാൻ പറ്റില്ല, എന്നാ വാ അമ്മേ നമുക്ക് അവരുടെ അടുത്ത് പോയി ചോദിക്കാം, എനിക്കും കൂടെ തരാമോ എന്ന് ചോദിച്ചായിരുന്നു പരിപാടി. പിന്നെ ഒരുവിധം ഉണ്ണിക്കുട്ടനെ അവിടുന്ന് ശാന്തനാക്കി അകത്തോട്ട് കയറിയപ്പോൾ കുറേ ഷോപ്സ്, എൻ്റെ പൊന്നെ, പിള്ളേരെ പറ്റിക്കുന്ന രീതിയിലുള്ള കുറേ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. അതും പോരാത്തതിന് ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഡ്രസ്സിൻ്റെ ഷോപ്സും ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഫുഡ് കോർട്ടിലോട്ടാണ് കേട്ടോ. ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഫുഡ് ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിൻ്റെ അടുത്ത് പോയി വീഡിയോ എടുക്കാമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അതെ, ഫുഡ് കോർട്ടിൻ്റെ അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കണ്ടത് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡാൻസാണ്.
നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ആയത് ഫുഡ് കോർട്ടിലാണ്. കാരണം നമ്മൾ ഫുഡിന് ഓർഡർ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ കുറേ ടൈം വെയിറ്റ് ചെയ്യണം. നമ്മളെപ്പോലെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നമുക്കും ഉണ്ടാക്കി തരത്തുള്ളൂ. ലൈവായിട്ടാണ് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇതെല്ലാം കണ്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തില്ല, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് ആ ഫുഡ് കോർട്ടിലെ ആ വെയിറ്റിംഗ് ടൈം ആയിരുന്നു. അങ്ങനെ ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് ഒരു സൈഡിൽ കൂടി ഇറങ്ങി വന്നപ്പം കാണുന്ന കാഴ്ചകളാണിതെല്ലാം. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഇത്ര സൂപ്പർ അല്ല, അപ്പുറത്തെ ആയിരുന്നു നല്ലത്. പക്ഷെ ഭയങ്കര തണുപ്പുണ്ട് അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഓൾ.